നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. CSKക്ക് ഇനി വല്ല സാധ്യതയും ഉണ്ടോ? പ്ലേ ഓഫിലേക്ക് എത്താൻ ഈ സീസണിൽ വല്ല സാധ്യതയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റിയലിസ്റ്റിക്കായി ചിന്തിച്ചാൽ സാധ്യത ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ സ്റ്റിൽ 6 കളികളുണ്ട്. 6 കളിയും വിജയിച്ചാൽ അവർക്ക് 16 പോയിൻറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ മറ്റ് ടീമുകളുടെ റിസൾട്ട് അവർക്ക് ഫേവറബിളായിട്ട് വന്നാൽ, അതായത് CSKക്ക് ഫേവറബിളായിട്ട് വന്നാൽ പ്ലേ ഓഫ് സാധ്യത തുറക്കുകയും ചെയ്തേക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ MSD ഇന്നലെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇന്നലത്തെ പരാജയത്തിന് ശേഷം അദ്ദേഹം സംസാരിച്ച് നോക്കുക. ഇനിയുള്ള 6 കളികൾ 6ഉം ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട്. ഗെയിം ബൈ ഗെയിമായിട്ട് എടുക്കും, മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ കുറച്ച് കളികൾ തോറ്റെന്ന് കരുതുക. അങ്ങനെ തോറ്റാൽ അടുത്ത വർഷത്തേക്കുള്ള ടീം കോമ്പിനേഷൻ ശരിയാക്കാനുള്ള അവസരമായിട്ടെടുക്കും എന്നുകൂടി MSD പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നോക്കുക. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, വിത്ത് ഓൾ ദി ഗെയിംസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ദാറ്റ് വി ആർ സപ്പോസ്ഡ് ടു വിൻ. ഞങ്ങൾ ഓൺ ഗെയിം അറ്റ് എ ടൈം എന്ന രൂപത്തിൽ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഇനിയിപ്പോൾ 6 കളി ജയിക്കണമല്ലോ, 6 ജയിച്ചെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ, അങ്ങനെ ചിന്തിച്ച് പാനിക് ആവുന്നില്ല. മറിച്ച് ഒരു ഗെയിം അടുത്ത ഗെയിം അത് വിജയിക്കുക, അടുത്ത് മുന്നോട്ട് പോകുക, അങ്ങനെയുള്ളൊരു അപ്രോച്ച് എടുക്കുമെന്നാണ് MSD പറയുന്നത്. അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മത്സരങ്ങൾ തോറ്റെന്ന് കരുതുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള റൈറ്റ് കോമ്പിനേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് പ്ലെയേഴ്സിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തും. ബട്ട് ഇഫ് നോട്ട് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഗെറ്റ് എ സെക്യൂർഡ് 11 ഫോർ ദി നെക്സ്റ്റ് ഇയർ ആൻഡ് കം ബാക്ക് സ്ട്രോങ്. അതാണ് ഞങ്ങളുടെ പ്ലാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ പ്രതീക്ഷകൾ അവർ അവസാനിപ്പിക്കുന്നില്ല. തിരികെ വരാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. പ്ലേ ഓഫ് സാധ്യത അത് കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കും. പ്ലേ ഓഫിലെത്താൻ വേണ്ടി പരിശ്രമിക്കും. പക്ഷേ അതോടൊപ്പം ചില കളികൾ തോറ്റെന്ന് കരുതുക. അപ്പോൾ പിന്നെ പ്ലേ ഓഫ് സാധ്യത തീരുമല്ലോ. അങ്ങനെയെങ്കിൽ അപ്സെറ്റായിരിക്കുകയല്ല, അടുത്ത വർഷത്തേക്കുള്ള 11 ഒരു സെക്യൂർഡ് 11 കണ്ടെത്തുക, സ്ട്രോങ് ആയിട്ട് തിരികെ വരിക, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് MSD പറയുന്നു. അതുപോലെ തന്നെ ഇന്നലെ സ്റ്റീഫൻ ഫ്ലെമിംഗും മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഏതാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുമെന്ന് പറയാനും പറ്റില്ല. അടുത്ത സീസണിലേക്ക് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അടുത്ത സീസണിലേക്കുള്ള കോമ്പിനേഷൻസിനെ കുറിച്ച് ചിന്തിക്കാം. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന രൂപത്തിലല്ല. കാരണം ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. സെർട്ടൻലി ഞങ്ങൾ കിട്ടുന്ന ഇനിയുള്ള മത്സരങ്ങളിൽ മാക്സിമം അത് മുതലെടുക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും എന്ന് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറയുന്നുണ്ട്. ധോനി വീണ്ടും വിശദമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് വി നീഡ് ടു റിയലൈസ് ഈസ് ദാറ്റ് വി ആർ സക്സസ്ഫുൾ ഇഫ് വി പ്ലേ ഗുഡ് ക്രിക്കറ്റ്. മികച്ച ക്രിക്കറ്റാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആവും. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഗുഡ് ക്രിക്കറ്റ് അല്ല കളിക്കുന്നതെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ കൂടുതൽ ഇമോഷണൽ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇഫ് വി ആർ നോട്ട് പ്ലേയിങ് ഗുഡ് ക്രിക്കറ്റ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ഈസ് നോട്ട് ടു ഗെറ്റ് ടു ഇമോഷണൽ അബൌട്ട് ഇറ്റ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം നമ്മൾ കൂടുതൽ പ്രാക്ടിക്കൽ ആവണം. ഇപ്പോൾ ചില സീസണുകൾ മോശമായിട്ടുള്ള സീസണുകൾ ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2020 സീസണൊക്കെ. അതിനുശേഷം പിന്നീട് ആ സീസണിൽ ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ പിന്നീട് തിരിച്ചു വന്നിട്ടുമുണ്ട്. സോ നമ്മൾ റൈറ്റ് ഫോം ഓഫ് ക്രിക്കറ്റാണോ കളിക്കുന്നത് അല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എങ്ങനെ സ്വയം അപ്ലൈ ചെയ്ത് കളിക്കുന്നു, എങ്ങനെ നമ്മൾ ടീമിന് ആവശ്യമായിട്ടുള്ള റൺസ് ബോർഡിൽ ചേർക്കണം, ബൗളേഴ്സിന് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അതിൽ നിന്നാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതും മുന്നോട്ട് പോവേണ്ടതും. ഇപ്പോൾ ശരിയാണ്, ചില ക്യാച്ചുകൾ അത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് അതർ ദാൻ ദാറ്റ് വി ആർ ജസ്റ്റ് ട്രൈങ് ടു പ്ലഗ് ഇൻ ദി ഹോൾസ് എന്നാണ് ഇപ്പോൾ MSD പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.